ഇത് പാലക്കാട് പ്രസിദ്ധമായ ഒരു കോട്ടയാണ്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിന് മുമ്പ് തന്നെ ഇവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു എന്ന് ഇവിടുത്തെ ശിലാഫലകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഈ കോട്ടയുടെ മുൻവശത്ത് ധാരാളം ആമകളും മത്സ്യങ്ങളും ഉണ്ട്. ഇന്ന് ഈ കോട്ട കാണാൻ അനവധി സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ കോട്ടയ്ക്കുള്ളിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നു. ഈ പോസ്റ്റിലാണ് ത്രിവർണ പതാക പാറിക്കളിക്കാറുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുമ്പോൾ വളരെ രസകരവും ആധ്യാത്മിക അന്തരീക്ഷം തികഞ്ഞു നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നിറഞ്ഞു കത്തുന്ന നിറദീപത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നെയ്വിളക്ക് തെളിയിക്കുകയാണ് ഇവിടെ കൂടിയിട്ടുള്ള ഈ ഭക്തന്മാർ ഈ നിലവിളക്കുകളിൽ. അതിൻ്റെ മുമ്പിൽ ആഞ്ജനേയ സ്വാമിയെ കാണാൻ സാധിക്കും. ഇന്നത്തെ ഒരു പ്രത്യേകത പ്രത്യക്ഷ ഗണപതി ഹോമമാണ്. എല്ലാ മാസവും 1-ാം തീയതി ഈ ക്ഷേത്രത്തിൽ ഇതേപോലെ പ്രത്യക്ഷ ഗണപതി ഹോമം നടത്താറുണ്ട്. അതിൻ്റെ ആധ്യാത്മികമായ പുക ആ പ്രദേശം മുഴുവനും വ്യാപിച്ച് അവിടെയെല്ലാം സുഗന്ധപൂരിതമാക്കി മാറ്റുന്ന മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. വാദ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇന്ന് ആനയൂട്ടും അതേപോലെ ഈ പ്രത്യക്ഷ ഗണപതി ഹോമം നടത്തുന്നത്. ആനക്കുട്ടന് ഭക്ഷണ സാധനമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സമൃദ്ധമായ രീതിയിൽ അവനിന്ന് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും. കുളിപ്പിച്ച് അലങ്കരിച്ച് ആനയൂട്ടിന് വേണ്ടി അവൻ തയ്യാറായിരിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത്. അവനെ അലങ്കരിച്ച് പാപ്പാന്മാർ പൊട്ടുകൊത്തി അണിയിച്ച് വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ആ പൂജയിലേക്ക് അവനെ ആനയിക്കാൻ പോവുകയാണ്. പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് 5 തിരിയുള്ള വിളക്കിലേക്ക് ആനക്കുട്ടൻ ഓടി വരികയാണ്. വളരെ സന്തോഷമാണിന്ന്. ഭക്ഷണം ധാരാളം ഇന്ന് ലഭിക്കും. മനോഹരമായ ഗജപൂജ പ്രധാന തന്ത്രിയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ധാരാളം ഭക്തന്മാർ ഈ ആധ്യാത്മികമായ ഗജപൂജ അതുപോലെ ആനയൂട്ട് കാണാൻ വേണ്ടി ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഈ നിൽക്കുന്നവർ മുഴുവനും കൂപ്പൺ എടുത്ത് ആനയ്ക്ക് ഭക്ഷണം അവരുടെ കൈകൊണ്ട് കൊടുക്കുവാൻ വേണ്ടി ആവേശപൂർവ്വം വന്നിരിക്കുന്ന ആളുകളാണ്. അവരോരോരുത്തരും അവരുടെ ഊഴം വരുന്നതിനനുസരിച്ച് ഭക്ഷണ സാധനങ്ങൾ ആനയ്ക്ക് കൊടുക്കുന്ന കാഴ്ചയാണിത്. വളരെ ഉത്സാഹത്തോടുകൂടി ഭക്തി ആദരവോടുകൂടി ഈ ഭക്ഷണ സാധനങ്ങൾ മുഴുവനും അതിൽ നിരവധി ഐറ്റംസ് ഉണ്ട്. പലതരത്തിലുള്ള ഫ്രൂട്ട്സാണ് അതിന് കൊടുക്കാൻ വേണ്ടി അവിടെ തയ്യാറായി വെച്ചിരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഭക്തിയോടുകൂടി ആദരവോടുകൂടി അവർ നിശബ്ദമായിട്ട് ക്ഷമയോടുകൂടി ആ വരികളിൽ നിന്ന് അവരുടെ ഊഴം കാത്ത് ആ ഭക്ഷണം അവർക്ക് കൊടുക്കും. ഇത് ഗജപൂജയാണ്. പ്രധാന പുരോഹിതൻ ആണ് അതിന് നേതൃത്വം കൊടുക്കുക. വളരെ സന്തോഷത്തോടുകൂടി തുമ്പിക്കൈ ആട്ടി അത് സ്വീകരിക്കുന്ന ആനക്കുട്ടനെ നമുക്ക് കാണാം. മുഖ്യ പുരോഹിതൻ ആണ് ആദ്യം അതിന് ഭക്ഷണം കൊടുത്തത്. ചോറുരുളയാണ് മഞ്ഞൾ ചേർത്ത് അതിന് കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ആവേശത്തോടുകൂടി ആ ഉരുളകൾ മുഴുവനും അവൻ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതിനുശേഷമാണ് മറ്റ് ഫ്രൂട്ട്സും ഒക്കെ ഭക്തന്മാർ ഈ ആനയ്ക്ക് കൊടുക്കുന്നത്. അമ്പലത്തിലേക്കുള്ള മാലകൾ മുഴുവനും ഇദ്ദേഹമാണ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത്. ഇത് 2 ഗജവീരന്മാരുടെ നടുക്ക് നിൽക്കുന്ന ദേവിയാണ്. ഗജലക്ഷ്മി എന്നാണ് ഈ ദേവിയുടെ പേര് എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പൂജാരി എന്നോട് പറഞ്ഞത്.
ഭക്ഷണമെല്ലാം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഗജവീരനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സന്തോഷത്തോടു കൂടി തുമ്പിക്കൈയെല്ലാം ആട്ടി അവൻ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് ഗംഭീരമായ ഒരു ഭക്ഷണം ഇന്ന് അവന് കിട്ടിയിട്ടുണ്ട്.